സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബക്രീദ് പ്രമാണിച്ച് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് അവധി. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ ഉത്തരവ്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, കലണ്ടറിൽ നാളെ ബക്രീദ് അവധി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ മാസപ്പിറ കണ്ടത് വൈകിയതോടെ ഈ പെരുന്നാൾ ശനിയാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. അതോടനുബന്ധിച്ച് സർക്കാരിന്റെ അവധിയും മാറ്റി. പക്ഷേ വിവിധ മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ കടുത്ത വിമർശനം അഴിച്ചുവിട്ടു. സർക്കാർ ഒടുവിൽ വഴങ്ങിയിരിക്കുകയാണ്. ആ സമ്മർദ്ദത്തിന് മുന്നിൽ വിവരങ്ങൾ. INL അടക്കമുള്ള ഭരണകക്ഷി സംഘടനകൾ, SKSSF, ഒപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുടെയും കോൺഗ്രസിന്റെയും ഒക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് ഭരണപക്ഷിയും ഒപ്പം തന്നെ സർക്കാർ വഴങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ ഒരു പുതുക്കിയ ഉത്തരവിൽ നിന്നും സർക്കാർ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസവും ഒപ്പം തന്നെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നതും അത് ഉത്തരവായി ജിയോയായി പുറത്തിറങ്ങുകയും ചെയ്തത്. ബക്രീദ് ആഘോഷങ്ങൾ നടക്കുന്നത് ശനിയാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ മാസപ്പിറ അടക്കം കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച മാത്രമായിരിക്കും കേരളത്തിൽ ബക്രീദ് ആഘോഷങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മതി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി എന്നുള്ളതായിരുന്നു സർക്കാർ ആദ്യം പുറത്തിറക്കിയ ജിയോയി പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുകയും INL അടക്കമുള്ള ഭരണകക്ഷി സംഘടനകളടക്കം ഇക്കാര്യത്തിൽ വിമർശനവും സർക്കാരിനെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിട്ടുള്ള ഉത്തരവ് തീരുമാനമായി തന്നെ പുറത്തേക്ക് വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരികയാണ് ചെയ്തത്. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വെള്ളിയാഴ്ച 6-ാം തീയതി, അതായത് നിലവിൽ അക്കാഡമിക് കലണ്ടറിലും ഒപ്പം തന്നെ അവധിയായി നിലവിൽ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നാളെ അവധി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആദ്യം അറിയിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തുന്നു. പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ്. കൂടാതെ തന്നെ മുഖ്യമന്ത്രിയും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി എന്നുള്ളതാണ് അറിയിക്കുന്നത്. നമുക്ക് രണ്ട് നയം അല്ലെങ്കിൽ രണ്ട് തീരുമാനം സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മുസ്ലിം സംഘടനകളെ എങ്ങനെ ചേർത്ത് പിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു തീരുമാന മാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അധിക സമയ പ്രവൃത്തി സമയം അടക്കം വെട്ടിച്ചുരുക്കി അന്ന് ക്ലാസുകൾ അധിക സമയം വേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് ഇപ്പോൾ ബക്രീദിന്റെ അവധി കൂടി ഇത്തരത്തിൽ വെള്ളിയാഴ്ച നൽകിക്കൊണ്ട് 2 ദിവസത്തെ അവധി തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും മുസ്ലിം സർക്കാരിന്റെ രാഷ്ട്രീയം മുസ്ലിം സംഘടനകൾക്ക് വഴങ്ങിയിരിക്കുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.